നമസ്കാരം. മുഹമ്മദ് അലി ജിന്നയും വി.ഡി. സവർക്കറുമായിരുന്നു ഇന്ത്യയെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ കാരണമായ രണ്ടുപേർ. പക്ഷേ ഈ രണ്ടുപേരും നിരീശ്വരവാദികളായിരുന്നു എന്നതാണ് തമാശ. അതായത് ഇസ്ലാം രാഷ്ട്രവും ഹിന്ദു രാഷ്ട്രവും സ്ഥാപിക്കാൻ ഇറങ്ങിയവർ ആ മതത്തിൽ വിശ്വസിക്കുന്നവരല്ലായിരുന്നു. അധികാരം മാത്രമായിരുന്നു അവരുടെ അജണ്ട. നമ്മുടെ നാട്ടിലെ സംഘപരിവാറുകാരും ഏറെക്കുറെ അതുപോലെയാണ്. അവർ യഥാർത്ഥ ദൈവവിശ്വാസികളാണോ എന്ന് പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. വിശ്വാസികളായിരുന്നുവെങ്കിൽ അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന തീവട്ടിക്കൊള്ള അവർ ചോദ്യം ചെയ്തേനെ. നിർഭാഗ്യവശാൽ അവരിലാരും ക്ഷേത്രഭണ്ഡാരത്തിൽ വീണ പണം മോഷ്ടിച്ച ആളുകളെ, അതിന് നേതൃത്വം കൊടുത്ത ചമ്പത് റായിയെ എന്ന കള്ളനെ അറസ്റ്റ് ചെയ്യണമെന്നും അയാളെ ശിക്ഷിക്കണമെന്നും പറഞ്ഞു കേട്ടതേയില്ല. സുപ്രീം കോടതിയിൽ രാമക്ഷേത്രത്തിന് അനുകൂലമായ വിധി വരുന്നതിന് മുമ്പ് അവിടെ ചുളുവിലയ്ക്ക് സ്ഥലം വാങ്ങിക്കൂട്ടിയവരിൽ ഗുജറാത്തിൽ നിന്നും മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നുമുള്ള BJP നേതാക്കന്മാരും സിനിമാക്കാരും ബിസിനസ്സുകാരും ഉദ്യോഗസ്ഥരും ഒക്കെയുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിലെ തട്ടിപ്പാരോപണത്തിൽ 8 പേരെ അറസ്റ്റ് ചെയ്തു. ക്ഷേത്രത്തിലെ പണവും വിലപിടിപ്പുള്ള വഴിപാടുകളും എണ്ണുന്ന ജോലിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് പ്രതികൾ. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ ഏകദേശം 80 ലക്ഷം രൂപ വീണ്ടെടുത്തു എന്നാണ് റിപ്പോർട്ട്. ഈ വിവാദത്തിന് പിന്നാലെ രാമക്ഷേത്ര ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെയും ട്രസ്റ്റി അനിൽ മിശ്രയുടെയും രാജി ട്രസ്റ്റിന് ലഭിച്ചു. ചമ്പത് റായിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിന് കാരണമുണ്ട്. ചമ്പത് റായിയെ അറസ്റ്റ് ചെയ്താൽ അങ്ങ് മോദിയുടെ പേര് വരെ പുറത്തു വരും. ഇത് സംഘപരിവാരത്തിന് അറിയാം. അതുകൊണ്ടാണ് അവർ പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുന്നത്. കാരണം അവരുടെ ദൈവം ശ്രീരാമനല്ല, മോദിയാണ്. 2021 അയോധ്യയിലെ 3 ഏക്കർ ഭൂമി 2 കോടി രൂപയ്ക്ക് വാങ്ങി 10 മിനിറ്റിനുള്ളിൽ അതേ ഭൂമി രാമക്ഷേത്ര ട്രസ്റ്റിന് 18.5 കോടി രൂപയ്ക്ക് വിറ്റു. ഈ കച്ചവടത്തിന്റെ ഇടപാടുകാർ ചമ്പത് റായിയും അനിൽ മിശ്രയുമായിരുന്നു. അയോധ്യ മേയർ ഋഷികേശ് ഉപാധ്യായ സാക്ഷിയായിരുന്നു. ഈ 18.5 കോടിയുടെ പണം രാജ്യമെങ്ങുമുള്ള ശ്രീരാമ ഭക്തർ സംഭാവന കൊടുത്ത പണമാണ്. ഭക്തരുടെ പണത്തിൽ നിന്ന് വാങ്ങുന്ന ഭൂമിയാണെങ്കിൽ 10 മിനിറ്റ് വേഗത്തിൽ 2 കോടി എങ്ങനെ 18.5 കോടിയായി? അതായത് ശ്രീരാമ ഭക്തർ കൊടുത്ത 16 കോടി ചമ്പൽ കൊള്ളക്കാരെക്കാളും ഭയങ്കരന്മാരായ ഈ കൊള്ളക്കാരുടെ പോക്കറ്റിലേക്ക് പോയി. ഇത് ഒറ്റപ്പെട്ട ഭൂമി ഇടപാട് മാത്രമല്ല. സുപ്രീം കോടതി 2019 നവംബർ 9 രാമക്ഷേത്രത്തിന് അനുകൂലമായി വിധി പറഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 15 കിലോമീറ്റർ പരിധിയിലെ 25 ഗ്രാമങ്ങളിലായി ഭൂമി ഇടപാടുകൾ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് പരിശോധിച്ച് കണ്ടെത്തിയ 2500-ലധികം രജിസ്ട്രേഷനുകളിൽ രാഷ്ട്രീയ നേതാക്കളുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അവരുടെ ബന്ധുക്കളുടെയും പേരിൽ നിരവധി ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു. മുൻ BJP MP ബ്രിജ്ഭൂഷൺ സിംഗിന്റെ മകന്റെ കമ്പനി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അകലെയുള്ള ഭൂമി വാങ്ങിയിട്ടുണ്ട്. UP പോലീസ് STF മേധാവി അമിതാഭ് യാദവിന്റെ അമ്മയുടെ പേരിലും ഭൂമി വാങ്ങിയതായി റിപ്പോർട്ടുണ്ട്. BJP MLA-മാരുടെ ബന്ധുക്കൾ, പ്രാദേശിക നേതാക്കൾ, വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ, അദാനി ഗ്രൂപ്പ്, അഭിനന്ദൻ ലോധ തുടങ്ങിയവരുടെ പേരുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ശ്രീരാമ സേവകനായി സ്വയം വീമ്പ് പറയുകയും ശ്രീരാമനേക്കാൾ വലിയ ഫ്ലക്സ് വെച്ച് നടക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി മോദി ശരിക്കും ദൈവവിശ്വാസിയാണോ? ആവാൻ ഒരു വഴിയുമില്ല. സ്വയം ദൈവമെന്ന് കരുതുന്ന ഒരാൾ മറ്റു ദൈവങ്ങളിൽ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ആയിരുന്നെങ്കിൽ ചമ്പത് റായിയും കൂട്ടരും ഇതിന് കൂട്ടുനിന്ന RSS BJP നേതാക്കന്മാരും പണ്ടേ അകത്ത് കിടന്നേനെ. അതോ മോദിക്കും കൂടെ ഇതിന്റെ ഷെയർ കിട്ടിയിട്ടുണ്ടോ? ചമ്പത് റായിയെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്യാൻ UP പോലീസിന് ധൈര്യമില്ല. പക്ഷെ ഈ കൊള്ളയ്ക്കെതിരെ പ്രതികരിച്ച ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായിയെ അറസ്റ്റ് ചെയ്ത് വീട്ടുതടങ്കലിലാക്കി. മോദിയെ വാരണാസിയിൽ തോൽവിയുടെ വക്കിലെത്തിച്ച അതേ അജയ് റായിയാണ് കക്ഷി. രാമന്റെ പേരിൽ വോട്ട് ചോദിക്കും, രാമന്റെ പേരിൽ പണം പിരിക്കും. പക്ഷെ രാമന്റെ പണം കൊള്ളയടിച്ചവരെ ചോദ്യം ചെയ്താൽ അവരെ അറസ്റ്റ് ചെയ്യും. ഇതാണ് സംഘപരിവാറിന്റെ യഥാർത്ഥ വിശ്വാസം. ഇതാണ് മോദിയുടെ ഹിന്ദുത്വ പൊളിറ്റിക്സ്. ഈ വീഡിയോ നിങ്ങൾ എല്ലാ BJP-കാർക്കും അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് ഒരു ചോദ്യം ചോദിക്കണം: നിങ്ങളുടെ ദൈവം ശ്രീരാമനാണോ അതോ നരേന്ദ്രമോദിയോ എന്ന്.